നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ധാരാളം പോഷക ഗുണമുള്ള അത്തിപ്പഴത്തിനെ പറ്റിയാണ്. അത്തിപ്പഴത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ, ചെറിയൊരു അവതരണം. പലസ്തീനാണ് അത്തിപ്പഴത്തിൻ്റെ ജന്മസ്ഥലം. പിന്നെ ഇറ്റലി, ഇന്ത്യ, അമേരിക്ക, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലും ഇത് ലഭിക്കുന്നു. എന്നാൽ ധാരാളമായി കൃഷി ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും പലസ്തീൻ തന്നെയാണ്. ബാധിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. മുലപ്പാലിന് പകരം സമമുള്ള പോഷകാഹാരം ഉള്ളതിനാൽ അത്തിപ്പഴം കുട്ടികൾക്കും ഇത് നൽകാം. ആസ്മ, വിളർച്ച, ഉറക്കക്കുറവ് എന്നിവയ്ക്കും അത്തിപ്പഴം നല്ലതാണ്. കേടുകൂടാതെ 1 വർഷം വരെ ഉണക്കി സൂക്ഷിക്കാം എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് നമ്മുടെ നാട്ടിലേക്ക് നാൽപ്പാമരം എന്നതിൽ അത്തിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അത് ചെറിയ പഴങ്ങളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇപ്പം സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വലിയ വലിയ ബേക്കറികളിലൊക്കെ ഇത് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തിപ്പഴം ഇതിന് വളരെയേറെ ഗുണങ്ങളുണ്ട്. അയൺ, സോഡിയം, സൾഫർ എന്നിവയും അടങ്ങിയതാണ് അത്തിപ്പഴം. മൂലക്കുരു തുടക്കത്തിൽ തന്നെ തുടച്ചു മാറ്റാൻ ഈ അത്തിപ്പഴം കഴിച്ചാൽ വളരെ ഗുണകരമാണ്. മൂലക്കുരു ഇല്ലാതാക്കാനും ഫിഷർ പോലുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാനും ഈ ഒരു അത്തിപ്പഴം കൊണ്ട് സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ പോയി വാങ്ങിക്കാം. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ലൊരു ഗുണമുള്ളൊരു പഴമാണിത്. ഇത് പച്ചയായും കിട്ടുന്നുണ്ട്, ഡ്രൈ ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ അതേ വെള്ളത്തോടു കൂടി കഴിക്കാവുന്നതാണ്. പിന്നെ സ്പോർട്സ്മാൻമാർക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. രാവിലെ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഉന്മേഷം കിട്ടാനും നല്ലതാണ്. പിന്നെ മലബന്ധം, ആസ്മ ഇതുപോലുള്ള രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത്. ഗൾഫ് കൺട്രിയിലുള്ളവരൊക്കെ ഇത് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾക്ക് നല്ലൊരു ഭക്ഷണം, ഒരു നാച്ചുറലായ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന വയറുവേദന ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കുന്നത് എല്ലാവരും നല്ലതാണ്. ഈ ചെറിയൊരു അറിവ് എനിക്ക് കിട്ടി, അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടിപ്സുമായി വരുന്നവരെ വണക്കം. കാണാം. താങ്ക് യു.